السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ നിഅമത്തിനാൽ കഴിഞ്ഞ 2 ദർസുകളിലായി ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുള്ളയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബിന്റെ 2 ദർസുകളാണ് നമ്മൾ എടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ, വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ തുടർന്നു പോകുന്നത്. ഇന്ന് അതിന്റെ 3ാമത്തെ ദർസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കേൾക്കുവാനും ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുറുകെ പിടിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ 1ാമത്തെ ദർസിൽ ഈ കിതാബിനെ സംബന്ധിച്ചും അത് എഴുതിയിരിക്കുന്ന ഇബ്നു അബിൽ ഇസ്സിനെ സംബന്ധിച്ചും ഈ കിതാബിന്റെ ചില പ്രാധാന്യത്തെ സംബന്ധിച്ചും പറഞ്ഞിരുന്നു. 2ാമത്തെ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തെയും അതേത് ദിവസമാണ്, അതേത് വർഷമാണ്, അതേത് സമയമാണ് തുടങ്ങിയ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായത്തെയും അതിലേറ്റവും ശരിയായ അഭിപ്രായം എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നതിന്റെ ബാക്കി നമുക്ക് വായിക്കാം. അതിനു മുമ്പായിട്ട് ആദ്യം ബൈത്ത് വായിക്കാം, ആദ്യം മുതൽ തന്നെ. അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി ثم صلاته على المختار وبعدها كسيرة الرسول منظومة موجزة الفصول مولده في عاشر الفضيل ربيع الأول عام الفيل لكنما المشهور 12 في يوم الاثنين طلوع فجر ووافق 20 من نيسان وقبله حين أبيه حانا. ഇതുവരെയാണ് നമ്മൾ ശർഹ് ചെയ്തിരിക്കുന്നത്. വവാഫഖ 20 من نيسان വരെയാണ് നമ്മൾ ശർഹ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി وقبله حين أبيه حانا وبعد عامين غدا فطيما جاءت به مرضعه سليما فبعد شهرين انشقاق بطنه وبعد عامين غدا فطيما جاءت به مرضعه سليما حليمة لأمه وعادت به لأهلها كما أرادت وبعد شهرين انشقاق بطنه وقيل بعد 4 من سنه. ഇന്ന് ഇൻഷാ അല്ലാഹ് ശർഹ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ 7 ബൈത്തുകളാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ വഫാത്തിനെ സംബന്ധിച്ച്, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലയൂട്ടിയതുമായി ബന്ധപ്പെട്ട്, മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വദർ ഹൃദയം പിളർത്തിയതിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇബ്നു അബിൽ ഇസ്സ് പറഞ്ഞു റഹിമഹുല്ലാഹ് വഖബലഹു ഹൈനു അബീഹി ഹാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടു. പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് മരണപ്പെട്ടു. ബഹുമാനമുള്ളവരെ, വഖബലഹു ഹൈനു അബീഹി ഹാന, ഹൈൻ എന്ന് പറഞ്ഞാൽ ഹലാക്ക്, മൗത്ത് എന്നൊക്കെയാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് മരണപ്പെട്ടിരുന്നു. പ്രവാചകന്റെ പിതാവ് ആരാണ്? അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ലാഹ് എന്നാണ് അവിടുത്തെ പേര്. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ശേഷമാണോ അതല്ല അതിനു മുമ്പാണോ പ്രവാചകന്റെ വാപ്പ മരണപ്പെട്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണെന്നാൽ അല്ലാഹു അലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയുടെ വയറിൽ ഗർഭമായിരിക്കെയാണ് പിതാവ് മരണപ്പെട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയുടെ വയറിൽ ഉണ്ടായിരിക്കെയാണ് പിതാവ് മരണപ്പെട്ടത്. അതാണ് ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ്, ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖ് തർജീഹ് നടത്തിയത്. അതുപോലെ തന്നെ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിലും, ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിലും, ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പറയുന്ന, ചരിത്രം പറയുന്ന ഭാഗത്തും ഈ ഒരു അഭിപ്രായമാണ് പ്രബലമായി കൊടുത്തിരിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെയാണ് അവിടുത്തെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നത്. അനാഥത്വത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടം അതാണ്. ഉമ്മയുടെ വയറിലായിരിക്കെ പിതാവ് മരണപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും അങ്ങേയറ്റമുള്ള യുത്മ എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായതിനെ സംബന്ധിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അലം യജ്ദുക യതീമൻ ഫആവ, അലം യജ്ദുക യതീമൻ ഫആവ. പ്രവാചകരെ, താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമായി കണ്ടെത്തുക, ശേഷം താങ്കൾക്ക് എല്ലാവിധ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയായ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടത് മദീനയിലാണ്. അവിടെ തന്നെയാണ് അവരെ ദഫൻ ചെയ്തതും. ഇതാണ് രണ്ടാമത്തെ സംഭവം. ഒന്നാമത്തെ സംഭവം പ്രവാചകന്റെ ജനനം, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് നൽകിയത്? ബഹുമാനമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് ശേഷം ആദ്യ ദിനങ്ങളിൽ പ്രവാചകന് പാലൂട്ടിയത് പ്രവാചകന്റെ ഉമ്മ തന്നെയാണ്, ആമിനത്തു ബിൻത് വഹബ്. ആമിനത്തു ബിൻത് വഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിനത്തു ബിൻത് വഹബാണ് ആദ്യ ദിനങ്ങളിൽ പാല് നൽകിയത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് നൽകിയത് സുവൈബയാണ്. സുവൈബ, അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബ എന്ന സ്ത്രീയാണ് നബി സല്ലല്ലാഹു തങ്ങൾക്ക് മുലയൂട്ടിയത്. ഇമാം തൊബരി റഹിമഹുല്ല പറയുന്നു, അവ്വലു മൻ അർദഅ റസൂലല്ലാഹി സുവൈബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായിട്ട്, ഉമ്മക്ക് ശേഷം ആദ്യമായിട്ട് മുലയൂട്ടിയത് സുവൈബ എന്ന പേരിലുള്ള സ്ത്രീയാണ്. സ എന്നാണ് അതിന്റെ തുടക്കം, സുവൈബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർദഅത്നി സുവൈബ, എനിക്ക് സുവൈബ പാല് നൽകിയിട്ടുണ്ട് എന്ന് ഒരു വലിയ ചരിത്ര സംഭവത്തിൽ സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന കഥയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർദഅത്നി സുവൈബ, സുവൈബ എനിക്ക് പാല് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിനത്ത് ബിൻത് വഹബ്, രണ്ടാമത്തേത് സുവൈബ മൗലാത്ത് അബി ലഹബ്, മൂന്നാമത്തേത് ഹലീമ ബിൻത് അബി ദുഐബ്, ഹലീമത്തു ബിൻത് അബി ദുഐബ്. ഇതാണ് മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് നൽകിയിരിക്കുന്ന സ്ത്രീ. പ്രിയപ്പെട്ടവരെ, മക്കയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മക്ക എന്നുള്ളത് പണ്ട് മുതൽ തന്നെ കച്ചവടക്കാർ ധാരാളമായി വരുന്ന സ്ഥലമാണ്. ഹാജിമാർ ഹജ്ജിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഅ്തമരീങ്ങൾ ഉംറയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ധാരാളമായി യാത്ര ചെയ്തു വരുന്ന, ഏറ്റവും അധികം യാത്ര ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അറേബ്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും അധികം ആൾക്കാർ വരുന്ന ഒരു പ്രദേശമാണ് മക്ക. അതുകൊണ്ട് തന്നെ ആൾക്കാർ അധികമായി തിങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാർ അധികമായി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രദേശമായതിനാൽ അവിടെ രോഗങ്ങൾ അധികമായിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന കാരണത്താൽ അവിടെ രോഗങ്ങൾ അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്, അവിടെ ഏതെങ്കിലും ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അതിന് സമീപത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് കുട്ടിയെ മുലയൂട്ടാൻ വേണ്ടി അവർ അയക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ മുലയൂട്ടുന്നതിന് വേണ്ടി അവർ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ആ ഒരു സമ്പ്രദായം അവർക്കിടയിലുണ്ട്. അതിന് അവർ തെരഞ്ഞെടുക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ത്വായിഫ് എന്നുള്ളത്. മക്കക്കടുത്ത ഒരു പ്രദേശമാണ് ത്വായിഫ്. അപ്പൊ മക്കക്കാർ അവരുടെ കുട്ടികളെ മുലയൂട്ടാൻ വേണ്ടി അവർ തെരഞ്ഞെടുക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ത്വായിഫ്. അവിടെയാണ് ബനു സഅദ് ഗോത്രമുണ്ടായിരുന്നത്. ഈ ഗോത്രത്തിലേക്കാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം മുലകൂട്ടിയത് ഹലീമ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഹലീമത്തു സഅദിയ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട ഹലീമത്തു ബിൻത് അബി ദുഐബ് എന്ന സ്ത്രീയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും അധികം മുല നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ മുലപ്പാൽ നൽകിയിരിക്കുന്നത്. 2 വർഷം തികഞ്ഞ ശേഷം നല്ല ആരോഗ്യാവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയിലേക്ക് ഹലീമ കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്നു. അതാണ് ഇബ്നു അബിൽ ഇസ് പറഞ്ഞത്, വബഅദ ആമൈനി ഗദാ ഫതീമ ജാഅത് ബിഹി മുർദിഉഹു സലീമ. 2 വർഷം പൂർത്തിയായ ശേഷം ഹലീമത്തു സഅദിയ പ്രവാചകനെയും കൂട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയിലേക്ക് വന്നു. ഹലീമത്തു ലി ഉമ്മിഹി വആദത് ബിഹി ലി അഹ്ലിഹാ കമാ അറാദത്. 2 വർഷം പൂർത്തിയായതിനു ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി
അവിടുത്തെ ഉമ്മയായ ആമീനയുടെ അരികിലേക്ക് വരുമ്പോൾ ഹലീമയുടെ മനസ്സിൽ പ്രയാസമുണ്ടായിരുന്നു. ഈ കുട്ടിയെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഹലീമയുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അത്രയും അധികം ഹലീമക്ക് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ വളരെയധികം ബറക്കത്ത് ഉണ്ടായതായി അവർക്ക് തന്നെ തോന്നിയിരുന്നു. അതിനുവേണ്ടി നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ അരികിലേക്ക് വരികയും എന്നിട്ട് പറഞ്ഞു, ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണുന്നത് പോലെ നബിയുടെ ഉമ്മയോട് പറഞ്ഞു, മക്കയിലെ കാലാവസ്ഥ വളരെ മോശമാണ്, രോഗങ്ങൾ കൂടുതലാണ്, അതുകൊണ്ട് എന്റെ കൂടെ ത്വായിഫിലേക്ക് തന്നെ മുഹമ്മദിനെ അയച്ചു തരണം, ഞാൻ നല്ല രീതിയിൽ നോക്കിക്കൊള്ളാം എന്ന് ഹലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിനോട് പറഞ്ഞപ്പോൾ ആമിനത്തു ബിൻതു വഹബ് അത് സമ്മതിച്ചു. അങ്ങനെ അതിന്റെ ഹലീമയുടെ കൂടെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഉമ്മ അയച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയിരിക്കുന്ന ആരൊക്കെയാണ്? ഒന്നാമത്തേത് പ്രവാചകന്റെ ഉമ്മ ആമിനത്തു ബിൻതു വഹബ്. ജനിച്ചതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ പാല് നൽകിയിരിക്കുന്നത് ആമിനയാണ്. ഇബ്നു ജമാഅ റഹിമഹുല്ലാ അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആമിനത്തു ബിൻതു വഹബ് ഖുറൈശി പ്രമുഖയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയിരിക്കുന്നത് ഏകദേശം 7 ദിവസങ്ങളാണ്. രണ്ടാമതായി മുലയൂട്ടിയിരിക്കുന്നത് സുവൈബത്തു മൗലാത്ത് അബീ ലഹബാണ്. സുവൈബ എന്ന് പറയുന്ന സ്ത്രീയാണ്. ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പ്രവാചകന് മുലയൂട്ടിയിരിക്കുന്ന മറ്റൊരു സ്ത്രീ സുവൈബയാണ്. ഇമാം തൊബരി പറയുന്നു, ആദ്യമായിട്ട് പ്രവാചകന് മുല നൽകിയിരിക്കുന്നത് സുവൈബ എന്ന് പറയുന്ന സ്ത്രീയാണ്. മൂന്നാമത്തേതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയിരിക്കുന്നത് ഹലീമത്തു ബിൻത് അബീ ദുഐബ് എന്ന് പറയുന്ന ബനു സഅദ് ഗോത്രത്തിലെ സ്ത്രീയാണ്. ഹലീമത്തു സഅദിയ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന സ്ത്രീ. അവരുടെ ഭർത്താവ് ഹാരിസ് ബിനു അബ്ദുൽ ഉസ്സ ആയിരുന്നു. അവരുടെ ഭർത്താവ് ഹാരിസ് ബിനു അബ്ദുൽ ഉസ്സ ആയിരുന്നു. ഈ 3 ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് നൽകി എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. നാലാമതൊരു വ്യക്തി, പ്രിയപ്പെട്ടവരെ, ബനു സഅദ് ഗോത്രത്തിൽ തന്നെ പെട്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീയാണ്. ഹലീമത്തു സഅദിയ അല്ലാതെ ബനു സഅദിൽ പെട്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് നൽകിയിട്ടുണ്ട് എന്ന് ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിലൊക്കെ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത്, ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഹംസത്തു റളിഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ജിഹതൈൻ, ഹംസയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 2 സ്ത്രീയിൽ നിന്ന് മുല കുടിച്ചിട്ടുണ്ട്. മിൻ ജിഹതി സുവൈബ, ഒന്ന് സുവൈബയിൽ നിന്ന്, വമിൻ ജിഹതി സഅദിയ, ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീയിൽ നിന്നുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. 3 ആൾക്കാരുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല. നാലാമത്തെ സഅദിയായ സ്ത്രീ, അത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ബഹുമാന അധ്യാപകനായ ഷെയ്ഖ് സ്വാലിഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, 3 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, നാലാമത്തെ ഒരു സ്ത്രീ ഇല്ല എന്ന രീതിയിലാണ് ഷെയ്ഖ് ഉസൈമി പറയുന്നതായി കേട്ടിട്ടുള്ളത്. അല്ലാഹു അഅലം. ഇനി അടുത്തൊരു സംശയം, ഈ സുവൈബ, അബൂലഹബിന്റെ അടിമയായ സുവൈബ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയിരിക്കുന്ന സ്ത്രീ, അവർ മുസ്ലിം ആയിരുന്നോ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ഹലീമത്തു സഅദിയയുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറയുന്നു അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇമാം ഫാസി അദ്ദേഹത്തിന്റെ മുസ്തഅദിബുൽ ഇഖ്ബാർ ബി അത്യബിൽ അഖ്ബാറിലും ഹദറമി അദ്ദേഹത്തിന്റെ മുൻതഹ സുഅൽ അലാ വസായിലിൽ വുസൂലി ഇലാ ശമാഇലിർ റസൂലിലും പറയുന്നു, ഇബ്നു ഹിബ്ബാനിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഹലീമത്തു സഅദിയ ഇസ്ലാം സ്വീകരിച്ചു എന്ന ഹദീസ് സ്വഹീഹാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ആ അഭിപ്രായം പറഞ്ഞു. ഇമാം സ്വാലിഹി അദ്ദേഹത്തിന്റെ സുബുലുൽ ഹുദ വർ റഷാദിൽ പറഞ്ഞു, ഖദ് ദകറഹാ ഫി സ്വഹാബത്തി ജമാഅ, ധാരാളം പണ്ഡിതന്മാർ ഹലീമത്തു സഅദിയയെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് സ്വാലിഹി അദ്ദേഹത്തിന്റെ സുബുലുൽ ഹുദയിൽ പറഞ്ഞു. ഇബ്നു അബ്ദുൽ ബർറും ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും ഹലീമത്തു സഅദിയ സ്വഹാബിയാണെന്ന അഭിപ്രായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അൽ ഇസ്വാബ എന്ന് പറയുന്ന സ്വഹാബത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൽ സ്വഹാബി സ്ത്രീകളുടെ കൂട്ടത്തിൽ ഹലീമത്തു സഅദിയയെ പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് നൽകിയിരിക്കുന്ന സുവൈബയുടെ ഇസ്ലാമിന്റെ വിഷയത്തിൽ തർക്കങ്ങളുണ്ട്. ഹലീമത്തു സഅദിയുടെ വിഷയത്തിൽ തർക്കമുണ്ടെങ്കിലും ധാരാളം പണ്ഡിതന്മാർ അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു, അവരെന്താണ്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദർസിൽ അല്ലെങ്കിൽ അടുത്ത ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് പറയാം.
ഇനി അടുത്തൊരു കാര്യം പ്രിയപ്പെട്ടവരെ, ബറക്കല്ലാഹു ഫീക്കും, ചരിത്രവുമായി ബന്ധമുള്ളതല്ല, എന്നാലും പല ആൾക്കാർക്കും സംശയമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഹലീമത്തു സഅദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 വർഷം പാല് നൽകിയതിന് ശേഷമാണ് അവരുടെ ഉമ്മയുടെ അരികിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പല സഹോദരങ്ങളും സംശയം ഉന്നയിക്കുന്നത് ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. 2 വർഷം മുലയൂട്ടുക എന്നുള്ളത് ശരീഅത്ത് നിർബന്ധമായി കൽപ്പിക്കുന്ന ഒരു കാര്യമാണോ? 2 വർഷമാണ് കുട്ടികളെ മുലയൂട്ടേണ്ടത് എന്ന് ശരീഅത്ത് ശക്തമായി കൽപ്പിക്കുന്ന കാര്യമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വൽവാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മ അർറദാഅ. ആരെങ്കിലും മുലയൂട്ടുന്ന കാലാവധി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണത എന്നുള്ളത് 2 ഹൗലാണ്, 2 വർഷമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നു, ഹാദാ ഇർഷാദുൻ ലിൽവാലിദാതി അൻ യുർദിഅന ഔലാദഹുന്ന കമാല അർറദാഅ വഹിയ സനതാൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മമാർക്ക് ഉപദേശം നൽകുകയാണ്, അവർ അവരുടെ മക്കൾക്ക് 2 വർഷം പാല് നൽകിക്കൊള്ളട്ടെ, അതാണ് അതിന്റെ പൂർണ്ണത എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുലയൂട്ടുന്നതിന്റെ പൂർണ്ണത എന്നുള്ളത് 2 വർഷമാണ്. കുട്ടികളെ മുലയൂട്ടുന്നതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് 2 വർഷമാണ്. 2 വർഷം എന്ന് പറയുന്നത് ഹിജ്രി കലണ്ടർ അനുസരിച്ചാണ് അത് പരിഗണിക്കപ്പെടുക. ഹിജ്രി കലണ്ടർ അനുസരിച്ചാണ് അത് പരിഗണിക്കപ്പെടുക. സൂര്യനെ അടിസ്ഥാനപ്പെടുത്തുന്ന കലണ്ടർ ആണല്ലോ പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ പറയുന്ന കലണ്ടറിന്റെ അടിസ്ഥാനം സൂര്യവർഷമാണ്. ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അറബി കലണ്ടർ പറയുന്നത്, അതായത് ഹിജ്രി വർഷം കണക്കാക്കുന്നത്. ഇവിടെ ഇബ്നു കസീർ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചന്ദ്രവർഷമാണ്. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലണ്ടറാണ്. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, സൂര്യൻ ഈ അറബിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ആ 2 കലണ്ടറും നോക്കുമ്പോൾ അതിൽ വ്യത്യാസം വരും. ഏകദേശം ഒരു വർഷത്തിൽ 11 ദിവസത്തെ വ്യത്യാസം കാണാൻ സാധിക്കും. ഹിജ്രി കലണ്ടർ അനുസരിച്ച് അല്ലെങ്കിൽ അറബി കലണ്ടർ അനുസരിച്ച് മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്ന് നമ്മളിങ്ങനെ പറയുന്ന അറബി കലണ്ടർ അനുസരിച്ച് ഒരു വർഷം ഏകദേശം 354 ദിവസങ്ങളാണ്. 354 ദിവസങ്ങളാണ്. എന്നാൽ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് ഏകദേശം 365 ദിവസമാണ്. ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ജനുവരി, ഫെബ്രുവരി നമ്മൾ പറയുന്ന കണക്കനുസരിച്ച് ഒരു വർഷം എന്നുള്ളത് 365 ദിവസമാണ്. അപ്പോൾ ഏകദേശം 11 ദിവസത്തെ വ്യത്യാസം വരും. ശരീഅത്തിൽ നമ്മോട് വർഷം കൽപ്പിക്കപ്പെട്ട സമയത്തൊക്കെ അവിടെ നമ്മൾ നോക്കാൻ വേണ്ടി ബാധ്യസ്ഥരായിരിക്കുന്നത് ഹിജ്രി കലണ്ടറാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സകാത്ത് ഒരു വർഷം പൂർത്തിയാവണം നമ്മൾ പറയാറുണ്ട്, ഹൗല് പൂർത്തിയാവണം. അവിടെ ഉദ്ദേശം എന്താണ്? ഹിജ്രി കലണ്ടറാണ്. അപ്പൊ അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 354 ദിവസം അല്ലെങ്കിൽ ഏകദേശം ആ ഒരു കണക്ക് 355 ദിവസം ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു സമ്പത്ത് നിൽക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സകാത്ത് കൊടുക്കൽ വാജിബായി. സകാത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അത് പിന്തിപ്പിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് അതിന്റെ ഹുക്മ ഹറാമാണ്, അത് അനുവദനീയമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് സകാത്ത് കൊടുക്കാൻ വേണ്ടി നിന്നാൽ 11 ദിവസത്തോളം ഏകദേശം ലേറ്റ് ആവും. അപ്പൊ ഈ 11 ദിവസം എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം പിന്തിപ്പിക്കൽ അനുവദിക്കപ്പെടാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് സകാത്ത് ഒക്കെ എപ്പോഴും ഹിജ്രി കലണ്ടർ അനുസരിച്ച് വേണം നമ്മൾ പരിഗണിക്കാൻ. ഇനി നമ്മൾ പറഞ്ഞ ഒരു ഒന്നാമത്തെ കാര്യം എന്താണ്? മുലയൂട്ടുന്നതിന്റെ പൂർണ്ണത എന്നുള്ളത് 2 വർഷമാണ്. ഇനി 2 വർഷം മുമ്പ് ഒരു വ്യക്തി ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉദ്ദേശിക്കുകയാണ് 2 വർഷത്തിന് മുമ്പ് നിർത്തണം, കുട്ടിക്ക് പാല് കൊടുക്കുന്നത് നിർത്തണം. അത് അനുവദനീയമാണോ? അത് അനുവദനീയമാണ്. പക്ഷെ 2 നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ. 2 നിബന്ധനകളോടുകൂടി മുലയൂട്ടുന്നത് 2 വർഷത്തിന് മുമ്പ് നിർത്തുന്നത് അനുവദനീയമാണ്. ഒന്നാമത്തേത്, അങ്ങനെ മുലയൂട്ടുന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങനെ മുല കൂടി നിർത്തുന്നതിലൂടെ കുട്ടിക്ക് ശാരീരികമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു വ്യക്തി 1.5 വർഷം കൊടുത്തിട്ട് നിർത്താണ്, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ശാരീരികമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. രണ്ടാമത്തെ നിബന്ധന എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ തീരുമാനം അവരുടെ തൃപ്തിയോടുകൂടിയായിരിക്കണം. ഉദാഹരണത്തിന് ഭർത്താവ് പറയാണ് നീ 2 വർഷം കൊടുക്കണം, ഭാര്യ പറയാണ് എനിക്കത് പ്രയാസമുണ്ട് 1.5 വർഷമേ പറ്റൂ. അപ്പൊ ആ രീതിയിൽ ആവാൻ പാടില്ല. അങ്ങനെ ഭാര്യ പറയുകയാണെങ്കിൽ നിർത്താൻ പാടില്ല, അവിടെ 2 വർഷം പൂർത്തീകരിക്കണം. ഇപ്പൊ 2 ആൾക്കാരുടെയും തൃപ്തിയോടുകൂടിയായിരിക്കണം. ഉദാഹരണത്തിന് ഭർത്താവ് പറയാണ് 1.5 വർഷത്തിൽ നിർത്തണം, ഭാര്യ പറയാണല്ല 2 വർഷം കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ 2 ആൾക്കാരും തൃപ്തിയിലല്ല. 2 ആൾക്കാരുടെയും തൃപ്തിയോട് കൂടിയായിരിക്കണം. ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ 2 നിബന്ധനകൾ പറയുന്നതായി കാണാൻ സാധിക്കും. ഇമാം സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഭാര്യയോ ഭർത്താവോ അതൃപ്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ
അങ്ങനെ 2 വർഷത്തിന് മുമ്പായി കൊണ്ട് നിർത്താൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടിസ്ഥാനപരമായിട്ട് പൂർണ്ണത എന്നുള്ളത് 2 വർഷം മുലയൂട്ടലാണ്. 2 വർഷത്തിന് മുമ്പ് നിർത്താം. ഈ 2 നിബന്ധനകൾ പാലിച്ചാൽ, ഒന്ന്, കുട്ടിക്ക് അത് മുഖേന ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത്, ഭാര്യയും ഭർത്താവും പരസ്പരം തൃപ്തിയോട് കൂടിയായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ വഫാത്താണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയിരിക്കുന്ന സ്ത്രീകളെയും അവരുടെ ഇസ്ലാമിന്റെ അവസ്ഥയും സംബന്ധിച്ചാണ്. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് ബാക്കിയുള്ളത്, ബറക്കല്ലാഹു ഫീക്കും, ഇവിടെ ഇബ്നു അബിൽ ഇസ് പറഞ്ഞു, വബഅദ ശഹറൈൻ ഇൻശിഖാഖു ബത്നിഹി വഖീല ബഅദ 4 മിൻ സിന്നിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 വർഷം പാല് കൊടുത്തു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്നു. വഖീല ബഅദ 4 മിൻ സിന്നിഹി, 4 വയസ്സിന് ശേഷമാണെന്നും അഭിപ്രായമുണ്ട്. അതാണ് ഇബ്നു അബിൽ ഇസ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്ന സംഭവം. ഇവിടെ ഇൻശിഖാഖു ബത്നിഹി എന്നാണ് പറഞ്ഞത്, അതായത് വയറ് പിളർന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉദ്ദേശം സദറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്ന സംഭവമാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബറക്കല്ലാഹു ഫീക്കും, എത്ര വയസ്സുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ആദ്യമായി തുറന്നത്? പ്രവാചകന്റെ ഹൃദയം ആദ്യമായി പിളർത്തി അത് ശുദ്ധീകരിച്ചത് എത്ര വയസ്സുള്ളപ്പോഴാണ്? 2 അഭിപ്രായങ്ങളാണ് ഇബ്നു അബിൽ ഇസ് അദ്ദേഹത്തിന്റെ ഉർജൂസയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ അഭിപ്രായം, 2 വയസ്സും 2 മാസവുമായപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 വയസ്സും 2 മാസവുമായപ്പോൾ എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4 വയസ്സായപ്പോൾ. ഇതാണ് ഇബ്നു അബിൽ ഇസ് പറഞ്ഞിരിക്കുന്ന 2 അഭിപ്രായങ്ങൾ. ഇതിൽ ഏറ്റവും ശരിയായത്, പ്രിയപ്പെട്ടവരെ, ബറക്കല്ലാഹു ഫീക്കും, രണ്ടാമത്തെ അഭിപ്രായമാണ്. സീറത്ത് ഇബ്നു ഹിഷാമിൽ ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്ന സ്വീകാര്യമായ ഹദീസിൽ കാണാം, ചില സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ദിവസം പറഞ്ഞു, അഖ്ബിർനാ അൻ നഫ്സിക്, പ്രവാചകരെ, താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഒന്ന് നമുക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനക്കുത്തരമാണ് ഞാൻ. വബുശ്റ അഖി ഈസ, ഈസ നബി അലൈഹി സ്വലാം എന്നെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഫബൈനമ അന മഅ അഖി, എന്നിട്ട് ചില ഹദീസിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫബൈനമ അന മഅ അഖില്ലി ഖൽഫ ബുയൂതിന, ബനു സഅദ് ഗോത്രത്തിലായിരിക്കെ എന്റെ ഒരു സഹോദരന്റെ കൂടെ അവരുടെ വീട്ടിന്റെ പിറകിൽ നർഅ ബഹ്മൻ ലന, ചില ആടുകളെ മേയ്ക്കുന്ന സമയത്ത്, ഇദ് അതാനി റജുലാൻ, 2 ആൾക്കാർ വരികയും എന്റെ ഹൃദയം പിളരുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പ്രവാചകൻ എന്ത് പറഞ്ഞു തന്നു? ആടിനെ മേയ്ക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്നത് എന്ന് പറഞ്ഞു. ഒരിക്കലും 2 വയസ്സും 2 മാസമുള്ള കുട്ടി ആടിനെ മേയ്ക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഏറ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ്. സ്വഹീഹ് മുസ്ലിമിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലും ഈ ഒരു രീതിയിലുള്ള സൂചന കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധിയാക്കിയത് അവിടുന്ന് കളിക്കുന്ന സമയത്ത് ഏകദേശം 4 വയസ്സുള്ളപ്പോഴാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം തുറന്നിട്ടുണ്ട്? എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം തുറക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്? 1ലധികം തവണ പ്രവാചകന്റെ ഹൃദയം പിളർത്തി എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. 1ലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം തുറന്നു ശുദ്ധീകരിച്ചു എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ 1ലധികം എന്ന് പറയുന്നത് അത് എത്ര തവണയാണ്? 2 ആണോ 3 ആണോ 4 ആണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒന്നാമത്തെ അഭിപ്രായം, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, 3 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം തുറന്നത്. ഒന്ന്, ചെറുപ്പത്തിൽ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആട് മേയ്ക്കുമ്പോൾ, വളരെ ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോൾ. രണ്ടാമത്തേത്, പ്രവാചകത്വം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 40ാമത്തെ വയസ്സിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം നൽകിയത്. ഈ പ്രായത്തിലും പ്രവാചകന്റെ ഹൃദയം തുറന്നു കഴുകിയെന്ന് ഇബ്നു ഹജർ പറഞ്ഞു. മൂന്നാമത്തേത്, മിഅ്റാജിന്റെ സമയം, ഇസ്രാ മിഅ്റാജിന്റെ ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് പോകുമ്പോഴും പ്രവാചകന്റെ ഹൃദയം തുറന്നുകൊണ്ട് ശുദ്ധീകരിച്ചു എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇബ്നു ഹജറിന്റെ അഭിപ്രായം അനുസരിച്ച് 3 തവണയാണ് പ്രവാചകന് ഹൃദയം പിളർത്തിയിരിക്കുന്നത്. ഒന്ന് ചെറുപ്പത്തിൽ, മറ്റൊന്ന് പ്രവാചകത്വം നൽകുമ്പോൾ, 3 ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ. സ്വാലിഹി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുബുലുൽ ഹുദാ വർ റഷാദിൽ പറഞ്ഞു, 4 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തിയിട്ടുണ്ട്.
4 തവണ പ്രവാചകന്റെ ഹൃദയം പിളർത്തിയിട്ടുണ്ട്. അതിൽ 3 ഏതാണ്? നേരത്തെ ഇബ്നു ഹജർ പറഞ്ഞത്. ഒന്ന് ചെറുപ്പത്തിൽ, രണ്ടാമത്തേത് പ്രവാചകത്വം നൽകുമ്പോൾ, മൂന്നാമത്തേത് മിഅ്റാജ്, ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ. സ്വാലിഹ് ചേർത്തിരിക്കുന്ന 4-മത്തേത് ഏതാണ്? 10-ാമത്തെ വയസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10-ാമത്തെ വയസ്സുണ്ടായപ്പോഴും അവിടുത്തെ ഹൃദയം പിളർത്തിയിട്ടുണ്ട് എന്ന് സ്വാലിഹി സുബുലുൽ ഹുദ വർ റഷാദിൽ പറയുന്നു. അപ്പോൾ 3 എന്ന് പറഞ്ഞിരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറും അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാരും. 4 എന്ന് പറഞ്ഞിരിക്കുന്ന പണ്ഡിതനാണ് സ്വാലിഹി, അദ്ദേഹത്തിന് സുബുലുൽ ഹുദ വർ റഷാദിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, വ്യക്തമായ സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നത് 2 തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തിയിരിക്കുന്നത്. ഒന്ന് ബനു സഅദിന്റെ ബാദിയയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ, ആട് മേയ്ക്കുമ്പോൾ പ്രവാചകന്റെ ഹൃദയം പിളർത്തിയിരിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തിയിരിക്കുന്നത് ബനു സഅദ് ഗോത്രത്തിലായിരിക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുതായിരിക്കെ. രണ്ടാമതായിട്ട് ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് ഇസ്രാഇന്റെ രാത്രിയിൽ, ഇസ്രാ മിഅ്റാജ് നടത്തിയിരിക്കുന്ന ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തിയതായി സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സംഭവങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ പോയ സമയത്ത്. ഈ 2 സംഭവങ്ങളാണ് സ്ഥിരപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ 10-ാമത്തെ വയസ്സെന്ന് പറയുന്നതും പ്രവാചകത്വം നൽകപ്പെടുമ്പോൾ എന്ന് പറയുന്നതും ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെടാത്തതാണ്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറഞ്ഞു, വശഖ സദ്റുഹു ശരീഫു മർറതൈനി ഫീ സിഗരിൻ വഖബല ഇസ്രാഇൻ വഫൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തപ്പെട്ടിരിക്കുന്നത് 2 തവണയാണ്. ഒന്ന് ഫീ സിഗരിൻ, ചെറുപ്പത്തിൽ, വഖബല ഇസ്രാഇൻ, ഇസ്രാഇന്റെ രാത്രിയിലുമെന്ന് ഷെയ്ഖ് ഉസൈമി ബൈത്തിന്റെ രൂപത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് പുറമെ വന്നിരിക്കുന്ന ഹദീസുകൾ, ഇതിന് പുറമെ പിളർത്തപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ഹദീസുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പിളർത്തി എന്ന് പറയുന്ന ഒന്നും പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെടാത്ത സംഭവമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൊക്കെ അലം നശ്റഹ് ലക സദ്റക്, പ്രവാചകരെ താങ്കളുടെ ഹൃദയം ഞാൻ വിശാലമുള്ളതാക്കി എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ, അതിന്റെ പ്രധാന കാരണം ഈ ഹൃദയം ശുദ്ധീകരിച്ചതാണെന്ന് ഇബ്നു ഖയ്യിം അൽ ജൗസിയൊക്കെ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നതായി കാണാൻ സാധിക്കും. കാരണം എന്താണ്? ബനു സഅദ് ഗോത്രത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളിക്കുമ്പോൾ അവിടെ 2 മലക്കുകൾ വരികയും പ്രവാചകന് ഹൃദയം പിളർത്തി എന്താ ചെയ്തത്? അത് ശുദ്ധീകരിച്ചു. സംസം വെള്ളം കൊണ്ട് അത് കഴുകുകയും ആ ഹൃദയം ശുദ്ധീകരിക്കുകയും മനുഷ്യ മനസ്സിൽ പിശാചിനുള്ള സ്വാധീനം എടുത്തുകളയുകയും ചെയ്തു. അവിടെ ശുദ്ധീകരിക്കുമ്പോൾ മനുഷ്യ മനസ്സിൽ പിശാചിനുള്ള സ്വാധീനം എടുത്തു കളയുകയും ചെയ്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ പിശാചിന് വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ പിശാചിന് സ്വാധീനമില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തിയിരിക്കുന്നത് ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് 2 തവണയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രവാചകന്റെ വഫാത്തിനെ സംബന്ധിച്ച്, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെ ഇസ്ലാമിനെ സംബന്ധിച്ചും, 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്നതിനെ സംബന്ധിച്ചും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ പഠിക്കാം. പ്രവാചകന്റെ ഉമ്മയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകന്റെ വാപ്പയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വേറെ ചില ചരിത്രങ്ങളും വരുന്ന ദർസിൽ പഠിക്കാം. ഞാൻ പറഞ്ഞതുപോലെ കേവലം ഒന്ന് പറഞ്ഞു പോകുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മൾ പഠിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുവാനും പ്രവാചക ചര്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.